നീ 21 കിട്ടി. ആ അല്ല അരിന്നൊക്കെ ഭാര്യ ഉണ്ട്, അതുകൊണ്ടൊന്നും പറയാത്. ഭാര്യ വീട്ടിലേക്ക് കൊറേ കാര്യങ്ങൾ പറയും. എത്ര വയസ്സിൽ കിട്ടി? ചങ്ങ. എന്നിട്ട് എങ്ങനെ പോണു? ലൈഫ് എങ്ങനെ പോണു? കണ്ണീര് അടിച്ചിട്ട് ചായന്റെ ഗ്ലാസ് 2 പൊട്ടിന്നൊക്കെ. ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ലോഗ് ഓഫ് സ്റ്റോറീസ് ഓഫ് ഷേപ്പ്. ഇന്ന് നമ്മൾ നാട്ടിൽ ബാക്ക് അറ്റ് നാട്ടിൽ. വ്ലോഗ് നമ്പർ എനിക്ക് എത്രാമത്തെ വ്ലോഗാന്ന് അറിയില്ല. വി ആർ ഗോയിങ് ഫോർ എ ടീ. അതായത് നമ്മള് വി ആർ ഗോയിങ് ഫോർ എ ടീ ബ്രേക്ക്. അതായത് നമ്മളിപ്പോ നമ്മുടെ ഒരു 12 മണിന്റെ ചായ ഉണ്ട്, അത് നമ്മൾ 10 മണിക്കാക്കി. അതായത് വീട്ടിലെ അധികമായ പ്രഷർ കാരണം നമ്മള് 12 മണിന്റെ ചായ 10 മണിക്കാക്കി. അപ്പോ ചായ കുടിക്കാൻ പോവാണ്. ടി ആൻഡ് ടി എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും പ്രൈം ടി ആൻഡ് ടി ആണെന്ന്. അല്ല, വേറൊരു ടി ആൻഡ് ടി ആണ്. നാളല്ലേ നമ്മളൊരു വീഡിയോ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമില്ല അവിടെ. ഇന്ന് രാത്രി വ്ലോഗ് ഇന്നിപ്പോ വരുന്നെങ്കിൽ മറ്റന്നേ പോലെ ഞാൻ ഈ വീഡിയോ മാത്രം ഷോർട്ട് കട്ട് ചെയ്തില്ല. ഇതില് കാണുന്നവര് ബിച്ചി ബ്രോയുടെ അടുത്ത വ്ലോഗിലേക്ക് ആളെ ക്ഷണിക്കുന്നു. ഇല്ല, പ്രാധാന്യം ഉണ്ടാവില്ല, പക്ഷെ നിറഞ്ഞുണ്ടാവുമെങ്കിലും മെയിൻ ക്യാരക്ടർ ഹാരിസ്കല്ലോ. അതെല്ലാത്തിനും അങ്ങനെയല്ലോ. ആർക്കുള്ള വീഡിയോയിലൊക്കെ ഹാരിസ്ക്കാണ് ചായ കടി അങ്ങനത്തെ സ്പോൺസർഷിപ്പ് ഒക്കെ ബിച്ചിക്ക് കൊടുക്കണം. അപ്പൊ ബിച്ചി ഹാരിസ്ഖാനെ വെച്ചിട്ട് മാത്രം എടുക്കും. എന്നെ വെച്ചിട്ട് പൊട്ടൻഷ്യലൊക്കെ നല്ല സബ്ജക്റ്റുകളുണ്ട്, പക്ഷെ അതൊക്കെ ഇയാൾ തട്ടിയെടുക്കും. എന്നിട്ട് ഒരുമാതിരി വിരകിയ എക്സ്പ്രഷൻ ഇട്ട് കൊളാക്കും. പിന്നെ നമ്മളിപ്പോ ചായ കുടിക്കാൻ പോകും, അവിടെ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കും. അപ്പോ വളരെ കാലത്തിന് ശേഷം ഞാൻ കൊച്ചിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തി. നാട്ടിൽ വരുമ്പോഴുള്ള സന്തോഷം എന്നൊക്കെ പറഞ്ഞാലാണ് ഇത്. യവൻ പിന്നെ ഞാനും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങളൊക്കെ ഒരു ഏജ് ഗ്രൂപ്പ് ആണ്. യവന് 22, 23, ഈ കാലം 28, ഞാൻ 24, 25 ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിയാണ്. അപ്പൊ നമ്മളെ ഗ്രൂപ്പൊക്കെ എങ്ങനെയാണ്? നമ്മളെ ഗ്യാങ്ങിന്റെ ഗ്രൂപ്പൊക്കെ എങ്ങനെയാണ്? 18 തൊട്ടിട്ട് പ്രായപൂർത്തിയാവാത്ത ആൾക്കാർ വരെ. അതാണ് ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടി. അത് ഭാര്യയോട് പോകണേ. അത് ഗ്യാങ് വേറെയാണ്, വൈബാണ്. വളരെ പെട്ടെന്ന് തന്നെ ചൈൽഡ് മാരേജ് ആണ് സംഭവം. അതെ, നിന്റെ പേര് നിന്റെ മാതാപിതാക്കളുടെ പേര് ഞാൻ കേസ് കൊടുക്കൂടാ. നിങ്ങളത് കേസ് കൊടുക്കുന്നത് അമ്പന്റെ മൂത്താപ്പയായി പോയി. എല്ലാം പറഞ്ഞ കേസ് കൊടുത്തന്നെ. അപ്പൊ ഇയാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ല. ഞാൻ വേണ്ട വേണ്ടാണ് അത്രേ ഉള്ളൂ. എനിക്ക് പെണ്ണിട്ടല്ലേ വേണ്ട, ഒഴിവാക്കിയാന്. ഞങ്ങൾ ട്രിപ്പിനുള്ള പ്ലാനാണ്. നോക്കിക്കരാ ഫുള്ള് ട്രിപ്പാണെന്നൊക്കെ. പോയ കടമ്പഴിപ്പുറം വരും. വിളിക്കുമ്പോ അവിടെ തന്നെ അതന്നെ കടമ്പഴിപ്പുറം കൊല്ലംകോട്. അത് ഈ ആഴ്ച പോവാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. നമുക്ക് നാളെ പോവാ. നാളെ ആർക്കെങ്കിലും പെണ്ണ് കിട്ടാൻ വഴിയുണ്ടോ? അങ്ങനെ നമ്മള് ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. ബിച്ചിക്ക് എന്തെങ്കിലും പറയണ്ടോ? ബിച്ചിന്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, റീല് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും പോയി കാണാൻ സപ്പോർട്ട് ചെയ്യാ. മാക്സിമം സപ്പോർട്ട് ചെയ്യാ. കാരണം നമ്മളെ ഇതിലറിയപ്പെടുന്ന ബിച്ചിന്റെ ഒരു സാധനം വരാണ്. ഏതാണെന്നറിയോ? ഒന്നും ഞാൻ പറയില്ല. ഓമൈ പൂക്കി നോക്കി വെച്ചോ, സീന് മാറ്റും. യെസ് അല്ലേ? ഓമൈ പൂക്കി സീൻ മാറ്റും. ക്വാളിറ്റി കണ്ടന്റ് ക്വാളിറ്റി ആണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റിയാണ്, പക്ഷെ വേറെ പല സീനും അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന നമുക്ക് മൊത്തം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. നമ്മൾ കാണുക. നമ്മളെത്ര പേരാ? ഷിജുക്കാക്ക് ചായ വേണ്ട പറഞ്ഞു. നമ്മളങ്ങനെ ചായ കുടിക്കാൻ വന്നിരിക്കുന്നു. 4 ചായ. അല്ല, ഷിജുക്കാക്ക് ചായ വേണ്ട പറഞ്ഞു. സോലേക്ക് ചായ ആണോ? മൈ ഗോഡ്, സർപ്രൈസ് ആയിട്ട് 13 Pro കിട്ടി. ഇത് എവിടുന്നാ? ഇവിടെ വന്നിട്ട് ഇന്നലെ മേടിച്ചോ.
ഞാൻ കഴിക്കാതിരിക്കുമ്പോ എന്റെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നിലത്തിട്ടു. ഷായെ നീയൊക്കെ ഇത് കാണും. നീ മറ്റേ പെണ്ണിന് 17 Pro മേടിച്ചു കൊടുത്തു. എനിക്കെന്ത് തേങ്ങ. പെണ്ണിട്ടനായിരുന്നു, പെണ്ണിട്ട് പോ നിർദ്ദേശിക്കാനോടും ഫസ്റ്റ് ഡേയിലെ ചെറിയ പിള്ളേരോട് നടത്തുന്ന നിനക്ക് ഇക്കല്ലാത്തതിന്റെ കണ്ടെങ്കിൽ മനസ്സിലാവും. നീ ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് നീ നിന്റെ പെണ്ണിനെ എടുത്തു കൊടുക്കേണ്ട സമയം എന്നിട്ട് ഇക്കാന്റെ അടുത്ത് ഫോൺ 25 വയസ്സ് നീ നേരത്തെ കെട്ടിയോണ്ട് ഇവിടെ 28 ഉള്ളവരൊക്കെ ഉണ്ട്. നമുക്ക് സപ്പോർട്ടാ. ആ നീ 21 കെട്ടി. ആ നല്ല കാര്യന്നൊക്കെ ഭാര്യ ഉണ്ട്, അതുകൊണ്ടൊന്നും പറയാത്. ഭാര്യ വീട്ടിലേക്ക് കൊറേ കാര്യങ്ങൾ പറയും. എത്ര വയസ്സിൽ കെട്ടി? 22 വയസ്സിൽ ചങ്ങായി. എന്നിട്ട് എങ്ങനെ പോണു? ലൈഫ് എങ്ങനെ പോണു? കണ്ണീര് അടിച്ചിട്ട് ചായന്റെ ഗ്ലാസ് 2 പൊട്ടിയൊക്കെ. ലോകകപ്പ് ആരവങ്ങളുടെ ഇടയിൽ ഒരു ചായ കുടിക്കാമോ? ഈ കപ്പ് ആരടിക്കും? താങ്കൾ പറയൂ, ഈ വേൾഡ് കപ്പ് ആരടിക്കും? ഇൻവാലിഡ്. ആരടിക്കും? അടിക്കണം എന്നാണ് ആഗ്രഹം. ആഗ്രഹം പറയാം, പക്ഷെ അടിക്കുന്നു പറയുന്നു. പക്ഷെ ഞാൻ പറയുന്നു അർജന്റീന അല്ലേ? സാധ്യതല്ലേ? കൈനോട്ടം. ആ ഫിഫ മൊട്ടത്തലിയുള്ളവരെ അതെ, കിട്ടാത്ത മുന്തിരി പൊളിക്കും. അത്രേ ഉള്ളൂ. അതായത് ഇവരിപ്പോഴും പറയുന്നത്, കിട്ടിയില്ല ഞങ്ങൾക്ക്. അതായത് പ്രൈം മെസ്സിനെ കണ്ടിട്ടു 39 വയസ്സിൽ അങ്ങനെ കളിക്കുന്ന കണ്ടിട്ട് ഇവര് പറയുന്നത് ഫിഫ ബോയ് മെസ്സി. എത്ര ഉണ്ടാവും? അത് റെഡ് കാർഡിന് ഇല്ല, അത് യെല്ലോ കാർഡ് ആയിരിക്കും. അത് നിങ്ങളൊക്കെ എവിടുന്ന് അതൊക്കെ എവിടെ നിങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. അത് കൊടുക്കാത്ത അവിടെ തീർന്നു. പിന്നെ അതിന്റെ പിന്നാലെ ബ്രസീൽ കളിയുണ്ട്, വിനീഷ്യസിന്റെ കാര്യമാണ് അവൻ അടിച്ചത്. എന്നിട്ട് ആ ഗോളും കൊടുത്തില്ല. ഓരോ ഗെയിമിലും ഓരോ റെഫറികളുടെ തീരുമാനമായിരിക്കും. അതിൽ ഭയങ്കര കോൺട്രവേഴ്സികൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞത് അവിടെ കഴിഞ്ഞു. നിങ്ങൾ അപ്പീൽ പോയിട്ടും കാര്യമില്ല. ആ കളി കഴിഞ്ഞതാണ്. ഓക്കെ, അതിനെ കുറിച്ച് പറ. പക്ഷെ മെസ്സി കളിനെ കുറിച്ച് പറ. 3 ഗോള് 2 ഗോള് അതിനെ കുറിച്ചൊക്കെ പറ. പ്രൈം മെസ്സി. ശരി, ഇതിപ്പോ ആരുടെ കഥ പറയുന്നു? പിച്ചു പറയണം. 6 കപ്പടിക്കുക. ബ്രസീൽ ഫാനാ, പക്ഷെ എന്നാലും അവൻ സത്യസന്ധമായി. നിങ്ങൾ എന്താ ആയിരിക്കും പറയുന്നത്? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്നു. ബ്രസീൽ കപ്പടിക്കണമെന്നുണ്ട്, പക്ഷെ ഫ്രാൻസിനൊരു മുൻതൂക്കം ഉണ്ട്. അത്രേ ഉള്ളൂ. അത് ന്യായം. കപ്പടിക്കുന്ന ആഗ്രഹം വെക്കാം, പക്ഷെ കപ്പടിക്കൂല. പക്ഷെ ഞാൻ ബ്രസീൽ ഫാനാണ്. ഞാൻ പ്രാർത്ഥിക്കും കപ്പടിക്കാൻ. നീ മറ്റേ നേർച്ച ചെയ്തോ? അങ്ങനെ കാര്യമില്ല. അതേപോലെ തന്നെ മൊറോക്കോ എനിക്ക് ഇഷ്ടപ്പെട്ട ടീമാണ്. മൊറോക്കോക്ക് ആരാ 32-ല്? ഞാൻ മറ്റേ പ്രവചിച്ചത് കണ്ടാ പോർച്ചുഗൽ അടിക്കുമ്പോണ്ട്. എടാ പക്ഷെ അവര് അടിച്ച കഴിഞ്ഞ ആഴ്ച പ്രവചിച്ചൊക്കെ ശരിയുണ്ട്. അർജന്റീനയെ പ്രവചിച്ചു. സന്തോഷമുള്ളൂ. ചന്ദ്രനൊന്നും നോക്കണ്ട. അപ്പൊ നാളെ നടക്കാൻ പോകുന്ന അർജന്റീന കളി മെസ്സി ഫസ്റ്റ് ഹാഫിൽ ഇല്ല. എന്തുകൊണ്ട്? മെസ്സി ഇല്ലാത്തത് ഫോൾ വെച്ച് നിർത്തുന്നു. അത് കാരണം അടുത്ത കളി ഒരു ഫോൾ വെക്കാന്നുള്ള മെസ്സി മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കുന്നു. അതാണ് കാര്യം. ഹലോ, അതായത് ഒരു വില്ലൻ പേടിച്ച് ആരൊക്കെ ഓടിയിരുന്നു. അതിലൊരു ബസ് കയറി ബസ്സിന് തടുത്ത് ബസ് കയറുന്നു. അവിടെ ഇങ്ങനെ കുട്ടികളെ നോക്കുമ്പോ ബാക്ക് സീറ്റിൽ ആ പാട്ട് അറിയോ? അതായത് റിവെഞ്ച് ചെയ്യാൻ ആൾക്കാരിനെ ഒരു ബസ്സിൽ എന്താ പറയാ എത്തിക്കാണ്. ലാസ്റ്റ് ബാക്കിൽ എല്ലാരും എണീച്ച് തിരിഞ്ഞു വീരാണ് ആ ഒരു സാധനം. അപ്പൊ ഒരു അടുത്തൊരു ചേച്ചി ബസ്സിലൊരു ചേച്ചി പറയട്ടോ, ബസ്സിലൊരു ചേച്ചി കത്തി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കത്തി ഇങ്ങനെ ബാഗിലോ അല്ലെങ്കിൽ സഞ്ചിയിലും ഇരിക്കുന്നുണ്ട്. ഈ വില്ലടുത്ത് കത്തിന്ന് വരുന്നു. അപ്പൊ ഇങ്ങനെ കുത്താൻ വരുമ്പോ നായകനെ പിടിച്ചിട്ട് ഒറ്റ തീർക്കാൻ പറ്റാ. അല്ലേ ആദ്യം ചെസ്റ്റ് കയറി കിട്ടി, പിന്നെ പിടിച്ചിട്ട് വിചാരിക്കുന്ന മറ്റേ ഓജിയുടെ കഥയൊന്നും അല്ല. അങ്ങനെയൊക്കെ ഇവിടെ ഒരു കുത്ത് അപ്പൊ ചോര അങ്ങനെ വരണം. വായ ഓർന്ന സൈക്കോത്തര ഏതോ മൂഡ് 10 രൂപ ചായന്റെ എഫക്ട് അതിലാണ്.
അതൊന്നും ഗുമ്മൊന്നുമില്ല. അങ്ങനെ നമ്മളങ്ങനെ ബില്ല് കൊടുത്ത് പിരിയാൻ പോവാണ് ഗൈസ്. എന്താണ് എന്താണ് മറ്റേ ആള് ചായ അല്ലേ? ആളെന്താ? അല്ല ആൾക്ക് ചായ കൊടുത്തു. അപ്പൊ ഞങ്ങളങ്ങനെ പിരിയുകയാണ് ഗൈസ്. ഇരിക്കുകയാണ്. യെസ്, ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. ഇനിയും വീട്ടിൽ കയറിയില്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. പോലീസ് വരുന്നതാണ്. പോലീസ് പഠിക്കേണ്ട പാഠിക്കൊന്നും ഇല്ലാത്തതാണ്. അതെ, പോലീസ് വരുകയാണ്. ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്നൊക്കെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ കണ്ടന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, കണ്ടന്റ് അല്ല, ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും നമ്മള് ചായ കുടിക്കാൻ പോവാ. അതും കൂട്ടുകാരന്മാരും. അതെ, കൂട്ടുകാരുടെ കൂടെ ചായ കുടിക്കാൻ പോയിട്ട് കുറച്ചു നേരം അങ്ങനെ വെറുതെ ഇരുന്ന് വർത്താനം പറയാ. നമ്മള് പല മേഖലയിൽ വർക്ക് ചെയ്ത് പ്രഷർ ചെയ്ത് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ നടക്കുന്നവരായിരിക്കും. നാട്ടുകാരല്ല, സോറി, നമ്മൾ തന്നെ. അപ്പോ നമുക്ക് അതൊന്നും നോക്കാണ്ട് ഒരു ഡേ get yourself refreshed with your loved ones. That will make your day and life very productive. And this is a famous quote written by myself. അപ്പോ ഓരോ ചായ കൂടിയും ഓരോ എന്താണ് മെമ്മറീസും. അതെ, ഇത് ഭാവിയിലേക്ക് മെമ്മറീസ് ആണ്. ഇതുകൊണ്ട് നമുക്കിപ്പോ ഒന്ന് പ്രത്യേകിച്ച് ഇപ്പൊ വലിയ നേട്ടങ്ങൾ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. വീട്ടുകാർ ചോദിക്കും നിനക്ക് എന്ത് നേട്ടാണ് കൂട്ടുകാരോടെ ചായ കുടിക്കാൻ പോകുന്നത്. നമ്മളൊരു 10 രൂപന്റെ ചായ കുടിച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. അതിൽ നമുക്ക് കുറെ ഇൻഫർമേഷൻ. ഇപ്പൊ പിച്ചി ഇന്നിപ്പോ ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞു, ഒരു കണ്ടന്റ് കിട്ടിയേ നാളേക്ക്. അത് 4 ആള് കണ്ടിട്ട് അതില് കൂടെ ആൾക്കാർ ചിരിക്കുന്നു, അതൊരു എന്റർടൈൻമെന്റ് ആവുന്നു. അപ്പൊ ഇതിലൂടെ നല്ല കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ മറ്റുള്ളവർ പറഞ്ഞ് ജീവിക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാന്നുള്ള എന്ത് കാര്യം നമുക്ക് ചെയ്യാം, അല്ലെ? മറ്റുള്ളവനെ ഉപദ്രവിക്കാതെ, മറ്റുള്ളവരുടെ ഇമോഷൻസ് ഹേർട്ട് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യം. പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക, എല്ലാവരും എൻജോയ് ചെയ്യാം. സീക്വൻസ് സ്റ്റോറീസ് ഓഫ് ഷേപ്പിൽ വൈൻഡിങ് ഓഫ്.